അപ്പോ നമ്മളെടുത്ത ക്ലാസിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ഒക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമല്ലോ. എങ്കിലും ഒന്നും കൂടി മനസ്സിരുത്താൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ്, എന്താണ് കുറുവാ സംഘം? മനസ്സിലായവര് പറഞ്ഞോളൂ. എന്താണ് കുറുവാ സംഘം? ആയുധധാരികളായ സംഘങ്ങളല്ലേ സാറേ? വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ അവരുടെ ഒരു വേഷവിധാനങ്ങൾ എങ്ങനെയൊക്കെയാണ്? അടിവസ്ത്രം മാത്രമേ ധരിക്കുള്ളൂ. പിന്നെ കറുപ്പ് മേലൊക്കെ തേച്ച് ആളെ തിരിച്ചറിയില്ല. ചിലര് എണ്ണയൊക്കെ പുരട്ടും. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ലൊരു ക്ലാസ്. പിന്നെ എന്തൊക്കെയാണ് അവരുടെ പ്രത്യേകതകൾ? സാറേ ഞാൻ പറയാം. ചില കാര്യം പറയൂ. അന്യ സംസ്ഥാനങ്ങളെ തിരുട്ട് ഗ്രാമത്തിൽ നിന്നും നമ്മളെ നാട്ടിലേക്ക് വരുന്ന സംഘങ്ങളാണ് ഈ കർമ്മ സംഘം. കുറുവാ സംഘം. മലയാളിയല്ലല്ലോ. പറഞ്ഞോളൂ. സാറേ കുറുവാ സംഘം ഇവരെ മെയിൻ പരിപാടി വെച്ചാല് നാട്ടിൽ കണ്ട നമ്മളെ സ്വത്തെല്ലാം അടിച്ചിട്ട് ഇവർ അങ്ങോട്ട് കൊണ്ടുപോകും. ചോദിക്കാനും പറയാനും ഇവിടെ ആരും ഉണ്ടാ സാറേ. ഇതാണ് ഇവരെ പദ്ധതി. വെരി ഗുഡ്. നന്നായിട്ട് മലയാളം പറയണ്ടല്ലോ. അല്ല സാറേ, അവൻ ചൈനക്കാരനല്ല, ഈ നാട്ടുകാരനാ. അതെ. അപ്പൊ മീശ അല്ല, അത് അവൻ ഈ ചെറുപ്പത്തില് കുൻഫു പഠിക്കാൻ പോയിട്ടേ അത് ചൈനക്കാരുടെ സ്റ്റൈലിന് വേണ്ടി ഇവിടെ പഠിച്ചു കളഞ്ഞ് നടക്കുക. വിഷയത്തിലേക്ക് വരാം. അതെ. അപ്പോ ഈ കുറുവാ സംഘത്തിന്റെ പ്രവർത്തന രീതികൾ എന്തൊക്കെയാണെന്ന് 1.5 പേജിൽ കവിയാതെ മറ്റേ പ്രവർത്തന രീതികൾ എന്തൊക്കെയാണ്? ഞാൻ പറയാം സാറേ. പറയൂ. ഇവര് ഈ പകൽ സമയങ്ങളില് നമ്മളെ പെരയിൽ വരും. ആക്രി കച്ചവടക്കാരായിട്ടും മീൻ കച്ചവടക്കാരായിട്ടൊക്കെ വരും. ഇവരൊക്കെ നോക്കി വെച്ചിട്ട് രാത്രി വന്നിട്ട് ഇവര് കക്കും. രാത്രി പിന്നെ നമ്മളെ അടുക്കളന്റെ വാതിൽ തുറന്നിട്ട് അവർ ഉള്ളിൽ കയറുക. ശരിയല്ലേ? പ്രതികരിക്കാൻ ശ്രമിച്ച അവർ ആക്രമിക്കും അല്ലേ? വെരി ഗുഡ്. ഒരു കാര്യം കൂടി അതിൽ വിട്ടുപോയിട്ടുണ്ട്. അത് ഇവർക്ക് CCTV എന്നൊരു പ്രശ്നമല്ല. വെരി ഗുഡ്, വെരി ഗുഡ്. അതെ, ഞാൻ ഒട്ടനവധി ക്ലാസ്സുകൾക്ക് പോയിട്ടുണ്ട്. ഈ ക്ലാസ്സുകൾ എടുത്തതിൽ വെച്ചിട്ട് ഏറ്റവും മനോഹരമായിട്ട് തെറ്റാതെ ആൻസർ പറഞ്ഞൊരു ഒരു ഗ്രൂപ്പ് അത്. അത് സത്യേട്ടൻ നമുക്ക് ഇതിനു മുമ്പ് പുള്ളി നമ്മുടെ മുമ്പിൽ ഉണ്ടായി കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നിട്ടേ. അതായത് സാറേ, ഞാൻ എന്താ വെച്ചാൽ ഇവിടെ വാർഡ് മെമ്പറായിട്ട് ഒരുപാട് കാലായി. സ്ഥിരം ഞാൻ തന്നെ ജയിക്കാൻ ഇവിടെ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു സംഗതി നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വന്നു തുടങ്ങിയ സമയത്ത് എല്ലാ ആളുകളെയും വിളിച്ചു. ഓരോ വീടുകളിലും പോയിട്ട് എല്ലാ ആളുകളെയും വിളിച്ചു വരുത്തിയിട്ട് നല്ല ഒരു ബോധവൽക്കരണ ക്ലാസ് ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഗുണമാണത്. കമ്മിറ്റി ഉണ്ടാക്കാൻ കാരണക്കാരനും സത്യേട്ടനാ. അതുപോലെ ഈ ഇരിക്കുന്ന ആള് ഇദ്ദേഹം മേജറാ. പട്ടാളന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ആളാ. മേജർ രാഘവൻ എന്നാ പറയാ. വെരി ഗുഡ്. ഒരുപാട് വാറുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ ശത്രുക്കൾ നിരനിരയായി ഒന്ന് വെടിവെച്ചവനായ ഈ കുറുവാ സംഘത്തെ അവസാനിപ്പിച്ച ഞാൻ അടങ്ങും. അവസാനിപ്പിച്ചാ പിന്നെ അടക്കാതെ നിവർത്തിയില്ലാവട്ടെ, അവിടെ ഇരിക്കി. വെരി ഗുഡ്, വെരി ഗുഡ്. അതുപോലെ സാറേ, ഇപ്പൊ നമ്മള് നേരത്തെ ചൈനക്കാരന്റെ മറ്റേ കുംഫുവിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ അയാള് കുംഫു പഠിച്ച ആളാ. മറ്റേ ഈ ആയോധന കലകളൊക്കെ അത് അയാളുടെ രൂപത്തിലുണ്ട്. ഇപ്പൊ അങ്ങനൊന്നും വേണ്ട. കുറുവാ സംഘം വരുമ്പോ മാത്രം അല്ല, അങ്ങനെയുള്ള ആൾക്കാർ കൂട്ടത്തിലുള്ളത് നല്ലതാണ്. വാർഡന്റെ ഒരു കാവലാണ്. അതെ, അന്തം കുന്തൂലാണ്ട് ചാടി ഇറങ്ങാൻ പറ്റുന്ന ചില ആൾക്കാരുണ്ടാവണേ. അതെ സാറേ, നമുക്കിവിടെ വലിയ അഭ്യാസവും കസരത്തൊന്നും വേണ്ട. ഞങ്ങളിവിടെ കുറെ യൂത്ത് ഉണ്ട്. ഇവന്മാരെങ്ങനെ കയ്യിൽ കിട്ടിയ ചവിട്ടി നട്ടല്ലൊടിക്കും. പേടില്ല, പേടില്ല. അതില് കാര്യമില്ല. അത് വേണ്ട. നിങ്ങൾ അങ്ങനെ അക്രമം ചെയ്യരുത്. അതിന്റെ ആവശ്യമില്ല. അതൊക്കെ നിയന്ത്രിക്കാനാണ് ഞങ്ങൾ പോലീസുകാരുള്ളത്. നിയമം കയ്യിലെടുക്കരുത്. വേണ്ട വേണ്ട വേണ്ട. നിയമം സംരക്ഷിക്കാൻ ഇവിടെ നിയമപാലകരുണ്ട്. നിയമം സംരക്ഷിക്കാൻ വെരി ഗുഡ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ രാത്രികാലങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കുക. സ്ട്രീറ്റ് ലൈറ്റുകൾ എവിടെയൊക്കെ പോയിട്ടുണ്ടോ അതൊക്കെ സജീവമായിട്ട് തെളിയുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അത് മെമ്പർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പരിസര പ്രദേശങ്ങളിലുള്ള പൊന്തക്കാടുകളൊക്കെ വെട്ടിത്തെളിച്ച് ഒരാൾ നിൽക്കുന്നത് കണ്ടാൽ പെട്ടെന്ന് കാണാൻ പറ്റുന്ന രീതിയിലാക്കുക. പരിസരങ്ങൾ ഇങ്ങനെ വൃത്തിയാക്കിയിടുക.
അതുപോലെ CCTV ഏതൊക്കെ സ്ഥലങ്ങളിൽ സ്ഥാപിക്കാൻ പറ്റുമോ അവിടെ ഒക്കെ സ്ഥാപിക്കുക. നമുക്ക് വീടുകളിലും വെക്കാം, അതുകൂടാതെ സ്ട്രീറ്റിൽ വെക്കാം. അതൊക്കെ നിങ്ങള് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അപരിചിതരായിട്ടുള്ള ആരെങ്കിലും നിങ്ങളുടെ പരിസര പ്രദേശങ്ങളിൽ കണ്ടാൽ അവരെ ചോദ്യം ചെയ്യണം. നിങ്ങൾ ആരാണ്, എവിടെ നിന്ന് വരുന്നു, ID കാർഡ്, ഇതൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാം. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ സംശയം തോന്നിയാൽ അപ്പൊ തന്നെ പോലീസിൽ വിവരം അറിയിക്കുക. അപ്പോൾ തന്നെ വെരി ഗുഡ്. അതുപോലെ തന്നെ പുറത്തു നിന്ന് വല്ല വിധത്തിലുള്ള ശബ്ദങ്ങൾ, അതായത് പൈപ്പിന്റെ ടാപ്പ് തുറന്നിട്ട് വെള്ളം പോകുന്നുള്ള ശബ്ദങ്ങൾ കേൾക്കും. അതിനുള്ള ശബ്ദങ്ങൾ കേൾക്കുകയോ കുട്ടികൾ കരയുന്നത് പോലുള്ള ശബ്ദങ്ങൾ കേൾക്കുകയോ വല്ല വിധത്തിലുമുള്ള ഞരക്കങ്ങൾ, മൂളലുകൾ, അസുഖക്കാരെ പോലുള്ള ഒച്ചയിടൽ, ചീറലുകൾ, അലറലുകൾ, ഇങ്ങനെയുള്ള എന്തെങ്കിലും ശബ്ദങ്ങൾ കേട്ടാലും പുറത്തിറങ്ങരുത്. പുറത്ത് ഇറങ്ങരുത്. അല്ല, അങ്ങനെ ആവുമ്പോ കള്ള ഓടിപ്പോയില്ലേ? അതിനുള്ളത് ഞാൻ പറഞ്ഞുതരാം. കള്ളൻ ഓടിപ്പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് പോലീസിനെ വിളിക്കണം. അല്ല, നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് കിട്ടാവുന്ന സഹായം എവിടുന്നാ? അയൽവാസികളിൽ നിന്നാണ്. അതുകൊണ്ട് ഇങ്ങനെ വല്ല സംശയം തോന്നിയാൽ അപ്പൊ തന്നെ അയൽവാസിയെ ഫോൺ ചെയ്ത് വിവരം അറിയിക്കുക. അയൽവാസിയെ ഫോൺ ചെയ്ത് വിവരം അറിയിക്കുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നാമതായി നമുക്ക് വേണ്ടത് ഫോണാണ്. അല്ല, അയൽപക്ക ബന്ധം ഊട്ടിയുറപ്പിക്കുക, ശക്തമാക്കുക. അയൽപക്ക ബന്ധം ശക്തമാക്കണം. വെരി ഗുഡ്. അങ്ങോട്ട് കൊണ്ടുവരല്ലേ? ആകെടുത്തോ, എല്ലായിടത്തും കൊണ്ട് കത്തിക്കും. കംപ്ലീറ്റ് ഇവിടെ കണ്ട് തൊയ്യ. നമ്മക്ക് എന്തും പണി. ഇതിപ്പോ തീർന്ന് ഇനിയിപ്പോ ഇന്ന് കുറച്ചു നേരം കഴിഞ്ഞാല് അവിടെ മൂയലയോ ആടുന്നൊക്കെ എടുത്തുകൊണ്ട് കത്തിക്കടിയും കൊണ്ട് ഉളുപ്പുണ്ട് എനക്ക്. എന്നോട് എത്ര പറയാ, എന്നും എന്റെ ഈ വീടിന്റെ അടുത്ത് കൊടുത്തിട്ട് ഈ ചപ്പ് ഇങ്ങനെ കത്തിക്കല്ലേ പറയണ്ടേ? ഞാൻ എന്റെ പറമ്പിൽ ഞാൻ കത്തിക്കും, പോയിക്കാൻ ചെയ്യും. ചോദിക്കായി നീ മനുഷ്യനെ മനഃപൂർവ്വം ദ്രോഹിക്കാറിങ്ങിക്ക. അതന്നെയാണ് നിങ്ങളോട് ഞാനും ചോദിക്കണത്. ആ മരത്തിന്റെ ചില്ല അങ്ങോട്ട് വെട്ടാൻ പറഞ്ഞിട്ട് എത്ര നാളായിട്ടുണ്ടോ? ആ മരത്തിലെ ഇലയാണ് ഇത് മുയ്യൻ. അതെ, മരാകുമ്പോ അതിന്റെ ഇല ഉണ്ടാവും. ഇല കാറ്റത്ത് വന്ന് വീണൊന്നും വരും. എന്റെ ഓള് കൂടി വന്ന് പെറുക്കിക്കട അവിടുന്ന് ഇല പോയി പെറുക്കി എന്റെ നിങ്ങൾ പറഞ്ഞ നിനക്ക് കേൾക്കാൻ പറ്റില്ലേ? അവിടെ കേസ് വരെ കൊടുക്കടാ. ഞാന് അകത്താക്കും. ഞാൻ നോക്കിയോ? ആഹാ, കള്ള ഹിമാറെ. എന്നാ ഞാനത് വെട്ടാൻ വേണ്ടിയിരുന്ന നീ കേസ് കൊടുക്കെങ്കിലേ ആ മരം ഞാൻ വെട്ടില്ല. നീ എന്താ ചെയ്യുന്ന ഞാനൊന്ന് കാണാം. നമുക്ക് കാണാം. 3 നേരം കത്തിക്കാൻ പെൺകൊന്ത ഇനി നീ അവിടെ കത്തിച്ച ഞാൻ മീൻ കഴുകി വെള്ളെടുത്ത് തൊടിയിൽ കൊഴിക്കും ഞാൻ. അത് ഒഴിക്കണത് എനിക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. എന്റെ കൈ ഞാൻ കൊത്തു ഹിമാറെ. ഇന്നങ്ങോട്ട് വേടാ, കൊത്ത വേടാ. എന്താക്കൂ? മര്യാദക്കാനും വിളിച്ചോണ്ടേക്കോ ഇല്ലെങ്കിണ്ടല്ലോ എന്റെ മജ്ജത്ത്. ഞാൻ സുശീലടിച്ചാ പിടിച്ച് കൊണ്ടേക്കോളി. പിന്നെ അവള് വിളിച്ച വിളിയൊക്കെ നിന്റെ പോലെ പെൺകൊന്തനല്ല. എങ്ങനെയാ അതിനെ സഹിക്കുന്നത് നീ? ആ അതിന് ഭ്രാന്താട്ടാ, അതിന് ഭ്രാന്താ. ഭ്രാന്ത് എന്റെ ഓക്ക് സുശീലക്ക്. ആ മുറ എടുത്തോണ്ടി മുറ എടുത്തിട്ട് ഇങ്ങനെ വന്നെ കാലിയാൻ കൊത്തിയാ ഇങ്ങോട്ട് പാടാൻ ഇങ്ങോട്ട് വാ. എനിക്ക് അല്ലാന്ന് കൊറേ കാലമായി ഓലപ്പാമ്പ് കത്തിക്കാൻ തുടങ്ങിയിട്ട്. പെണ്ണുങ്ങളെ മുമ്പിൽ എടുത്തിട്ടില്ല എന്റെ ഈ കളി വേണ്ടാട്ടാ. വകുപ്പ് വേറെ ഇല്ലെങ്കിൽ ഞാൻ കേറി ചവിട്ടിയാണ്. ചവിട്ടിക്ക് പോറ അവിടെ കാള നായിയെ. എന്താ തോന്നിട്ട്? ഒരു കാര്യം ഞാൻ പറയാണ്, ഓന്റെ ആ മരം ഉണ്ടല്ലോ, അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് ഓനറിയൂ. അതിന്റെ ചോട്ടില് ഞാൻ ബസ് നോക്കിയോ നോക്കിയോ നശിപ്പിക്കും ഞാൻ ആ പ്ലാവ്. അപ്പോ ഇതുപോലുള്ള നിങ്ങളുടെ ഏത് ആവശ്യങ്ങൾക്കും സദാസമയം പോലീസ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളത് നിങ്ങള് അടിയുറച്ച് വിശ്വസിച്ചോളൂ. അപ്പൊ നമുക്ക് ഭയമല്ല വേണ്ടത്,
ജാഗ്രതയാണ്. ഭയമല്ല വേണ്ടത്, വെരി ഗുഡ്. ഏയ് കുറവാ സംഘം അല്ല ജാഗ്രതാ സമിതി. പണ്ടൊക്കെ കള്ളന്മാരെ പേടിച്ചാൽ മതി. ഇപ്പൊ കള്ളന്മാരെക്കാരും ഭീകരന്മാരാ വരും. അറിയോ എനിക്ക് ഒക്കെ അയക്കി എന്താണ് ആ കൗത്തിൽ കിടക്കണം, കാത് കിടക്കണം, കൈമ കിടക്കണം കൊണ്ട് അയച്ചൂട്. എന്താ അങ്ങ് പറയണത്? ഇതൊക്കെ എനിക്ക് ഇടണ്ടേ? കമ്മലമില്ലാതെ ഞാൻ അങ്ങനെ എനിക്ക് പറ്റൂല. എന്റെ സൂറ എനിക്ക് കൗത്ത് വേണ്ട. എനിക്ക് കൗത്തുമാണെങ്കിൽ ഈ അത് അയച്ചോ ഉരിക്കൊണ്ട് നോക്കിക്കല്ലേ. ഇത് വേണമെങ്കിൽ ഊരാ. ഊരൂല്ല. അന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ സൂറ, എന്നെ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട. ഈ ഇവിടെ മനുഷ്യന് മനസ്സമാധാനാണ് മാണ്ടിയത്, അല്ലാതെ സ്വർണ്ണല്ല. അല്ല ഇപ്പൊ വലിയ ലോക്കറിലും കൊണ്ട് വെക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പൈസ പോകും. ഇന്ന് അത് വിറ്റ് വലിയ സ്ഥലവും മേടിക്കാന്ന് പറഞ്ഞാല് അതും പറ്റൂല. പിന്നെ ഇപ്പൊ നിങ്ങൾ എന്താ കാണിക്കാൻ പോണ? കുഞ്ഞി തിന്നാൻ പോവാ. അതെ, ഓരെക്കാട്ടും വെളഞ്ഞ ബുദ്ധി എനിക്കുണ്ട് സൂറ. ഇത് കണ്ടു കളി. ഈ ഹാർപ്പിക്കിന്റെ ബോട്ടിലൊക്കെ കക്കൂസ് കയറി തരിയോ? ഞമ്മള് ഇതാ ഓരോ മാളി എടിത്തൊക്കെ കേക്ക് ഉസാറാക്കിയിട്ടുണ്ട്. ഈ പേടിക്കണ്ട. പറയുന്ന കേക്ക് ഇതാണ് ബുദ്ധി. ഇത് ആർക്കും തോന്നാത്ത ബുദ്ധിയാണ് മോളെ. ഇത് എന്റെ മൊയ്തുക്കൊക്കെ മാത്രമേ തോന്നുന്നു. കണ്ടോ ഇപ്പൊ സൈപ്പാണ് ഇത്. കണ്ടോ ഇതുണ്ടാക്കി നമ്മളിത് ബാത്റൂമിൽ തന്നെ വെക്കും. ഒരു മൊയ്താവും ഓര് വേറെ ഇടയ്ക്ക് തപ്പത് സാധനങ്ങള് അതില് കേറൂല. കേറണ്ട, അതിന് ഇതുണ്ട്. സോപ്പ് പൊടിയോ? ആ സോപ്പ് പൊടിന്റെ ഉള്ളിലിട്ടേക്ക്. സോപ്പ് പൊടി ഒരു തുറക്കുവോ? സോപ്പ് പൊടിയൊക്കെ ഞാൻ കവറിലാക്കിയിട്ടുണ്ട്. അതിന്റെ സൈഡിൽ വെക്കൊളിച്ചും കൊണ്ട് കൊണ്ടാ. ഒരു ചിന്തിക്കൂല ഇങ്ങനത്തെ സ്ഥലത്തൊന്നും നമ്മൾ സ്വർണം വെച്ചു. ഇപ്പൊ കണ്ടോ എത്ര ഉറുപ്പ്യന്റെ മുതൽ ഇതിന്റെ അകത്തുണ്ട് എന്ന് ആലോചിച്ച് നോക്ക്. ഒരു 5 ലക്ഷം ഉറുപ്പ്യന്റെ മുതലുണ്ട്. ഇത് അറിയോ? അത് കൂടി ഇവിടെ അയക്കി. ഇത് അയക്കാനാവൂല. അതോ മുറിച്ചാണെന്നല്ലേ കത്തി എടുത്തിട്ട് അല്ലാണ്ട് അത് മാത്രം എന്റെ കൈ മുറിച്ച് കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞില്ല. അത് വേണ്ട എനിക്ക്. നിങ്ങൾ എന്താ പറയുന്നത്? കള്ളന്മാര് കൈ മുറിക്കോ? എടി കള്ളന്മാരല്ലത്. ഇവരെ പറ്റിച്ച് നാളെ ക്ലാസ്സിന് വന്ന ക്ലാസ്സിലെടുത്ത SI പറഞ്ഞിട്ടുണ്ട് കൈയൊക്കെ വെട്ടിയിട്ടാണ് ഇവർ കൊണ്ടുപോകും. ഇവർക്ക് സ്വർണ്ണം വേണ്ടിയായി. അപ്പൊ ഊരിയെടുത്താൽ കിട്ടൂലേ കൈ ഇവിടുന്ന് മുറിച്ചിട്ട് കൊണ്ടുപോകും. കയ്യുമാണെങ്കിൽ അത് കൊണ്ട് തന്നോ. ഊരിക്കോ. ഊരിട്ട് ഇതിനകത്ത് കിട്ടും. അത് ബാഗ് അയച്ചൂട്. ഞാൻ അത് കൊണ്ടാക്കട്ടെ. അല്ല ഞമ്മളോടാണ് കുറുവാക്കാരെ കളി. നമ്മുടെ അതിലും വലിയ കളി കളിക്കുന്ന ആൾക്കാരാ. ഇത് എന്താ ആൾക്കാരാന്ന് ഞാൻ ആലോചിക്കുന്നു. ബാഗ് അയച്ചൂട്. ഇതുവരല്ലാത്തൊരു കുറുവ. എന്താ അവിടെ ഉമ്മർത്താരും ഉണ്ടല്ലോ. ഉമ്മർത്താരും ഉണ്ട്. അടക്കെ നോക്കട്ടെ. സത്യേട്ടാ ആ ഭാഗത്ത് അവിടെ നോക്ക്. ആ ഭാഗത്ത് വന്നു. ആ വാക്ക് കക്കൂസിനെ ഗോപിയെ വീട്ടിൽ നിന്ന് ഇറങ്ങാ. ഗോപിയെ വീട്ടിൽ നിന്ന് ഇറങ്ങി വാ. എവിടുന്ന പോപ്പോ ചാടിയത്? അങ്ങനെ പറ്റില്ലല്ലോ.
ഇവിടൊക്കെ ഒന്ന് കുഴക്കല് ആളുണ്ടെങ്കിൽ പറഞ്ഞില്ല മിണ്ടാക്കി അപ്പൊ രാഘവൻ ആ തോക്കെടുക്കായിരുന്നല്ലേ അതെ അകത്ത് കയറിക്കോ വാതില് തുറക്കരുത് ഒന്നും മിണ്ടാതെ അതെ വാതിലടച്ചോട്ടാ എന്ത് സൗണ്ട് കേട്ടാലും പുറത്തിറങ്ങരുത് പിന്നെ കണ്ടില്ലേ കണ്ടെന്നല്ലേ നമ്മളോട് പറഞ്ഞത് ഇല്ല സത്യേട്ടാ ഈ പരിസരത്തില്ല ഈ ഉണ്ണിയെ കണ്ട ചാപ്പനട്ടോ ശരിക്കും കണ്ടില്ലേ അവിടെ ഒന്നും ഇല്ല ചേട്ടാ ശരിക്കും കണ്ടില്ലേ വെറുതെ ആൾക്കാർ ചിരിക്കരുത് ശരിക്കും നമ്മൾ കണ്ടാണല്ലോ ഈ പരിസരങ്ങളിൽ മുഴുവൻ നമ്മൾ തിരഞ്ഞിട്ടുണ്ട് എല്ലായിടത്തും ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് നമ്മുടെ പ്രദേശത്ത് വന്ന ഇന്നവൻ ജീവനോടെ പോകില്ല അല്ല ഇതിന് നമ്മുടെ സുഗതൻ എവിടെ ഓൻ വരൂല ഓൻ മനഃപൂർവ്വം വരാണ്ടൊക്കെയാ അല്ലെ എല്ലാത്തിലും ഉണ്ടാകും അതുപോലെ തന്നെ നമ്മളത് നോക്കണ്ട എന്തേലും സൂചന കിട്ടിയ നമ്മുടെ ആന്റി കുറുവ വാട്സ്ആപ്പ് ഗ്രൂപ്പില്ലേ അതിലൊക്കെ ലൊക്കേഷൻ തരിക നമ്മളവിടെ പറഞ്ഞ നമ്മുടെ നടക്കൂല സത്യം തുടങ്ങാനോ അന്ന് അങ്ങോട്ട് തിരിഞ്ഞോ അല്ല ഈ രാഘവട്ട നിങ്ങൾ ആ തോക്കും കൂടി കയ്യിലെടുക്കേണ്ട വരുമ്പോ എന്തിനെടുത്തിട്ട് അന്ന് പൊട്ടൂല സമയത്ത് അതെ വാതിലൊക്കെ അടച്ചിട്ടോ എന്ത് കേട്ടാലും പുറത്തിറങ്ങണ്ട ഞങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടാ എല്ലാവരും അകത്തിരുന്നോ എന്തിനാ സീരിയസ് കാര്യം പറയുമ്പോൾ എന്നോട് ആര് ചെറ്റവർത്താനം പറയാൻ പറഞ്ഞു ഞാനെന്ത് പറഞ്ഞു ആര് പറഞ്ഞടാ എന്റെ തോക്ക് പൊട്ടൂലെന്ന് ഈ പൊട്ടിച്ച് കാണിച്ചാൽ തരണം എനിക്ക് ഇല്ല അത് പൊട്ടിച്ച് കാണിച്ചു തരണം ഇല്ല. ഒരൊറ്റ അടിയങ്ങ് തന്നാണ്ടല്ല 3 യുദ്ധം കണ്ടിട്ട് വന്നവരാ ഞാൻ അറിയാം ടിവിയിലാ അടിച്ച് ചെറ്റവർത്താനം പറ അടിച്ച് ഇത് ചമ്മാടി പൊളിക്കും ഞാൻ വെറുതെ പറഞ്ഞല്ലേ ഒരു തമാശ